പ്രളയം കാരണം കർഷകർക്ക് ഒത്തിരി നഷ്ടം സംഭവിച്ചു. നമ്മുടെ കർഷകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തുടങ്ങി വെച്ച സംരംഭമാണ് മന്ത്രിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ. ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അതെടുത്തിട്ടാണ് നമ്മളിവിടെ. ശരി, ഓക്കെ. അതായത് ഇവിടെ വരുന്ന കർഷകരുടെ സാധനം എടുത്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ് എന്തായാലും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SJ വ്ളോഗ്സിന്റെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിനെ കുറിച്ചിട്ട്. സത്യത്തിൽ ഞാനിവിടെ പോസ്റ്റ് ആയതാണ്. ഞാൻ തൃശ്ശൂർ വണ്ടി സർവീസിന് വന്നപ്പോൾ എന്താ പറയാ, സർവീസ് ചെയ്തിട്ടാണ് 5 മണിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു ഇങ്ങനെ ഒരു പോസ്റ്റ് ആയിട്ട് ഒരു ദിവസം കിട്ടിയല്ലോ, അപ്പോൾ എന്തായാലും തൃശ്ശൂർ നഗരത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഓണായതുകൊണ്ട് തൃശ്ശൂർ നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പൂക്കളാൽ ആകെ ഇതായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പകർത്തി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തൃശ്ശൂർ റൗണ്ടിലാണ്. തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരണം എന്താ പറയുക, എൻ്റെ ഒരു റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു കണ്ണൂരുള്ള. അപ്പോൾ ആളോട് ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരാണ് വീട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളോട് ഞാനിപ്പോൾ തൃശ്ശൂർ വഴി എറണാകുളം പോകാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആളൊരു വട്ടം തൃശ്ശൂർ റൗണ്ടിൽ കയറിയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് എങ്ങനെ പുറത്തു പോകാന്നറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് നിന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം തൃശ്ശൂർക്കാരെ ആൾക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നത് ഈ റൗണ്ടിൽ വരുമ്പോൾ. ഫ്രണ്ട്സ്, പിന്നെ ആ കാണുന്നത് ആ ഒരു മാർക്കറ്റ് കാണുന്നില്ല, അത് ശരിക്കും ഓണം പ്രമാണിച്ച് വന്നിട്ട് ഒരു മാർക്കറ്റാണത്. അവിടെ പലതരത്തിലുള്ള പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്. മറ്റക്കളത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പൂക്കൾ അവിടെ വിൽക്കുന്നുണ്ട് ഓണം പ്രമാണിച്ചിട്ട്. ഞാൻ അതൊക്കെ ഒന്ന് ഇതിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. മറ്റേ ഓണം പ്രമാണിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പൂ ഷോപ്പിന്റെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ഷോപ്സ് അവിടെ കാണാൻ പറ്റും. ശരിക്കും അത്തം 1-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഓണം കഴിയുന്നത് വരെ ഇവിടെ ഭയങ്കര സെയിലാന്നാണ് പറയുന്നത് പൂവിനെ കുറിച്ചിട്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഞാനിത് സുധി എന്ന് പറഞ്ഞ ആളെടുത്തുള്ളത്. ആളാണ് ഈ ഷോപ്പിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇവിടുന്ന് സാധനം എടുക്കുന്നത്, എന്ത് വിലക്കാണ് ഇവർ വിൽക്കുന്നത് എന്നുള്ളതൊക്കെ. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. റോസ് അല്ലെങ്കിൽ വെറൈറ്റി കളക്ഷനൊക്കെ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. പിന്നെ മഞ്ഞ, ഓറഞ്ച്, വാടാമല്ലി. മഞ്ഞ ഓറഞ്ചും കൂടുതലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഗുണ്ടൽപേട്ട്. പിന്നെ ആ ഗുണ്ടൽപേട്ടിൽ നിന്ന് തന്നെ കൂടുതൽ വരുന്നത് മഴ കൊണ്ട് ഗുണ്ടൽപേട്ടിൽ കാരണം ഗുണ്ടൽപേട്ടില് ഇപ്പൊ ഭയങ്കര ഇതാണ്. അപ്പൊ അവര് പൊട്ടിക്കുന്നില്ല. ഗുണ്ടൽപേട്ടും മഴയാണ്, ഇവിടെ ദിണ്ടുകലും മഴയാണ്. എങ്ങനെയാണ് വിൽക്കുന്നത്? ഇതിന്റെ വില പ്രൈസ് ഒക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ റേറ്റ്, മാർക്കറ്റ് റേറ്റ് ഏകദേശം 70-80 ആ റേറ്റിലാണ് മഞ്ഞ, ഓറഞ്ച്. അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ റോസ് ഒക്കെ അബൌട്ട് 250 ആണ് ഓൾമോസ്റ്റ്. പിന്നെ വെള്ള ജമന്തി അതൊക്കെ 300 മേലെ ഇന്ന് പോയി. ഓണാകുമ്പോഴേക്കും നല്ലോണം കൂടും. നിങ്ങളെ പേര്? പേര് നിതിൻ. സനിൽ. നിങ്ങളെ പേര്? രാജീവ്. കോക്കാച്ചിയ. നിങ്ങളെ പേര്? ജോഷി. ആരാ മോഹൻലാല്? മോഹൻലാലല്ലേ? കണ്ടല്ലോ, ഇവര് ഭയങ്കര എന്താ പറയാ, നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇവർ ഈ പൂക്കളൊക്കെ വെക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് പലതരത്തിലുള്ള ഷോപ്പുകളാണ്. അപ്പൊ ആ ഷോപ്പുകളിൽ എല്ലാവരും അങ്ങോട്ടും പാരവെച്ച് ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത്. അവർ പറഞ്ഞ് ഈ 10 ദിവസം ശരിക്കും അവര് എൻജോയ് ചെയ്തിട്ട് ഈ ഒരു സെയിൽ ഇവിടെ നടത്തുന്നത് അവർ പറയുന്നത്. ഇനിയിപ്പോ ഇപ്രാവശ്യം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ഒരു അത്തം 1-നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പൂക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുന്നങ്ങളും അങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്നേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരുപാട് പർച്ചേസേഴ്സിനുണ്ട്. പർച്ചേസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഷോപ്പിലേക്ക് വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളവരാ.
എന്നിട്ട് അവരവരുടെ ഷോപ്പിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിലക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് മറിച്ച് നിങ്ങൾ തൃശ്ശൂർ വരികയാണെന്ന് നിങ്ങൾക്ക് ഒരുപാട് വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞതിൽ മനസ്സിലായത്. എല്ലാ വർഷവും ഓണം സമയമാകുമ്പോൾ 10 ദിവസം ഇവിടെ ഉണ്ടാവും അവർ പറഞ്ഞു. തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ക്ലോസ് ചെയ്തിട്ട് പോകുക അത്ര ചെയ്യാറ്. അപ്പോൾ നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ആളെ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് 10 ദിവസം ഇതിനായിട്ട് മെനക്കെട്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു. വലിയൊരു പൂക്കളം കാണാൻ വലിയൊരു പൂക്കളം. സുഭാഷ് എവിടെ വീടോടെ? ചാലക്കുടി. മനക്കുടി എവിടെ? ശരിയാ. ഇവിടെ എത്ര കാലേ? ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഷോപ്പ് ഉണ്ടോ അതോ ഓണം പ്രമാണിച്ചിട്ടോ? ഓണം പ്രമാണിച്ചു വന്നൊരു ഷോപ്പാണല്ലേ. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ആയിട്ടില്ല. ആവണം. ശരി. ഓക്കെ. മഴ നിട്ട് നിൽക്കണം അല്ലേ? ശരിയാ. വെള്ളപ്പൊക്കം അതെ. ഇപ്രാവശ്യം എന്തായാലും നല്ല ഓണായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷ് എവിടെ വീട്? വെള്ളാങ്കല്ലൂർ. ഇവിടെ മുപ്പര കുറെ കാലമായിട്ടുണ്ട് അല്ലേ? ശരി. ഏട്ടന്റെ പേരോ? വാസു. എവിടെ വീടോടെ? വാടാപ്പള്ളി അല്ലേ? ബീഹാർ. ഇത് പ്രളയം ദുരിതം നേരിട്ടുന്ന കർഷകരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ പറയാം. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ ചാലക്കുടി ബ്ലോക്കില് കാടൂറ്റില് കർഷക മിത്രയാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇതെന്ന് വെച്ചാല് നമ്മുടെ പ്രളയം കാരണം കർഷകർക്ക് ഒത്തിരി നഷ്ടം സംഭവിച്ചു. നമ്മുടെ കർഷകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തുടങ്ങി വെച്ച സംരംഭമാണ് മന്ത്രിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റില്. അപ്പൊ ഇതിന് കിട്ടുന്ന വരുമാനം റവന്യൂ നമ്മൾ അവർക്ക് അതല്ല, ഇതിപ്പോ അവർക്ക് വിറ്റഴിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് സംഭവം. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് മാക്സിമം വില കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളിവിടെ ചെറിയ വിലക്ക് അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റോളിന്റെ മാത്രം നമ്മള് എക്സ്പെൻസ് വിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രം പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ. അങ്ങനെ മാക്സിമം വിറ്റ് അഴിച്ചു കൊടുക്കാം. എന്തായാലും നല്ല തീരുമാനം. ഏട്ടന്റെ പേര്? സുരേഷ്. ഇവിടെ എത്ര കാലമായി? ഇവിടെ ഇപ്പൊ നമ്മൾ 26-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. മന്ത്രി സാർ വന്നിട്ട് ഉദ്ഘാടനം നടത്തിയിട്ടാണ്. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇതിന്റെ പേര് അശ്വതി ഹോട്ട്ഷിപ്സ് എന്നാണ്. നമുക്കിവിടെ ടൗണിൽ തന്നെ 4 ഷോപ്പുണ്ട്. അവരാണ് അതിന്റെ ഓണർ. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതുള്ള. എന്താണ് പ്രളയമായിട്ട് കണക്ഷൻ വരുന്നത്? അല്ല, പ്രളയമായിട്ട് കർഷകരുടെ ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അതെടുത്തിട്ടാണ് നമ്മളിവിടെ. അതെ, ഇവിടെ വരുന്ന കർഷകരുടെ സാധനം എടുത്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ് എന്തായാലും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഓണ സമയത്ത് നാട്ടിൽ വരുന്നത്. അതെനിക്ക് ഇങ്ങനെ ഒരു വണ്ടി സർവീസിൽ ആ ഒരു പണി കിട്ടിയാലും എനിക്ക് ആ ഒരു തൃശ്ശൂർ നഗരത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.